നമ്മുടെ മനസ്സിന്റെ ഒരു പ്രകൃതി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും നമുക്ക് രണ്ടു തരം മനസ്സുണ്ടെന്ന്. ഇത് കാരണം തന്നെ പലരും കൺഫ്യൂസ്ഡ് ആണ്. ആക്ച്വലി നമുക്ക് ഒരൊറ്റ മനസ്സേ ഉള്ളൂ, പക്ഷെ അതിന് രണ്ട് തലങ്ങളായിട്ടാണുള്ളത്. അതായത് ഒന്നുകിൽ ബോധ മനസ്സ് അല്ലെങ്കിൽ ഉപബോധ മനസ്സ്, അതല്ലെങ്കിൽ ഉണർന്നിരിക്കുന്ന മനസ്സ് അല്ലെങ്കിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന മനസ്സ്, അതും അല്ലെങ്കിൽ നമുക്ക് മെയിൽ ബ്രെയിൻ ഓർ ഫീമെയിൽ ബ്രെയിൻ, അങ്ങനെ നമുക്ക് പ്രവചിക്കാം. ഇതിനെക്കുറിച്ച് ഒരുപാട് ആളുകൾ ഒരുപാട് സംസാരിക്കുകയും ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് എല്ലാം നമുക്ക് കാണാവുന്നതാണ്. സോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആക്ച്വലി നമുക്ക് ഒരൊറ്റ ബ്രെയിനേ ഉള്ളൂ. ഇതിന്റെ രണ്ട് തലങ്ങളാണ് ബോധ മനസ്സും ഉപബോധ മനസ്സും. ഇതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നവർക്ക് ഇത് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇതിന്റെ രണ്ടിന്റെ വ്യത്യാസം എന്താണ്, ഇത് ഏതൊക്കെ രീതിയിൽ നമ്മളെ ലൈഫിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതും കുറിച്ച് ഒരുപാട് പേര് ഒരുപാട് ബുക്സ് എഴുതുകയും അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസും നമുക്ക് കാണാവുന്നതാണ്. ഒരുപാട് ചിന്തിക്കുന്നവർക്ക് ഇതിന്റെ വ്യത്യാസങ്ങളും വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബി ഹാപ്പി, ഓൾവേസ് എൻജോയ് ദ ലൈഫ്. ബൈ ബൈ.